ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ. അവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എന്താണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ആ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും ഓരോ പോയിൻറ്റും ഡിസ്കസ് ചെയ്താണ് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരല്പം കൂടിയത്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ആണ്, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു പോകുമ്പോഴത്തേക്കും ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരല്പം കൂടിയെന്ന് വരാം. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്കടുത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതി, എന്ത് ചെയ്യണം, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതാണ് വെലോസിറ്റി. നമ്മൾ സാധാരണഗതിയിൽ ഈ വെലോസിറ്റി നമ്മൾ സ്പീഡും ഒക്കെ ഏതാണ്ട് ഒരേ സെൻസിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ഒബ്ജക്റ്റ് ആദ്യം ഇരുന്ന പൊസിഷനെ നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് വിളിച്ചാൽ, അവസാനം ഇരുന്ന പൊസിഷൻ നമ്മൾ ഫൈനൽ പൊസിഷൻ എന്ന് വിളിച്ചാൽ, ഈ ആദ്യത്തെ പൊസിഷനും അവസാനത്തെ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ രണ്ട് വണ്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഒരു സാധാരണ ഒരു സൈക്കിളുണ്ട്, പിന്നെ ഒരു സ്പോർട്സ് ബൈക്കും ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ട്, ഒരു സാധാരണ സൈക്കിളും ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു സ്പോർട്സ് ബൈക്കും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് വണ്ടിയും ഒരേ ദൂരം സഞ്ചരിക്കുന്നു എന്നും വിചാരിക്കുക. രണ്ട് വണ്ടിയും ഒരേ ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വണ്ടി ഒരേ ദൂരം സഞ്ചരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, എന്താണ്, ബൈക്കായിരിക്കും വേഗത്തിൽ അവിടെ എത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ആരായിരിക്കും? ഈ പറയുന്ന ബൈക്കായിരിക്കും. നേരെ മറ്റ് സൈക്കിളാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ സമയം എന്തായിരിക്കും, അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. എന്ന് വെച്ചാൽ എന്താ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് എടുത്തൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത്, നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കി തന്നെ പറയാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുകയാണ്, പി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. ഇത് ക്യൂ എന്ന പോയിന്റിൽ ചെന്നിട്ട് ആർ എന്ന പോയിന്റിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് സഞ്ചരിച്ച മൊത്തം ദൂരം എന്ന് പറയുന്നത് 40 മീറ്റർ പ്ലസ് 50 മീറ്റർ. ഓക്കെ, എടുത്ത സമയം നോക്കി, ആദ്യത്തെ 40 മീറ്റർ എടുക്കാൻ 8 സെക്കൻഡും അടുത്ത 50 മീറ്റർ പോകാനായിട്ട് 10 സെക്കൻഡും എടുത്തു. ഇവർക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 72 മീറ്റർ ആണ്. എത്രയാണ്? 72 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മൊത്തം ചൈൽഡ് ഈ 72 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാനായിട്ട് എടുത്ത മൊത്തം സമയം എന്ന് പറയുന്നത് എത്രയാണ്? അത് 18 സെക്കൻഡാണ്. അത് എത്ര സെക്കൻഡാണ്? 18 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് 72 മീറ്ററാണ്. ഈ 72 മീറ്റർ സഞ്ചരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേസ്മെൻറ്റിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഈ 72നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ ചേഞ്ച്. അല്ലെങ്കിൽ ഇത് ഇവിടെ കണ്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സെക്കൻഡിൽ ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി. ഇനി അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയാൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, വാട്ട് ഈസ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിലുണ്ടായ മാറ്റം. ഇതാ ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി? എന്ത് ചെയ്താൽ മതി, വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പോൾ നോക്കിയേ, വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റിലുണ്ടായ മാറ്റം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു, എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റിനെ, എന്തിനെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ
നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ്? അപ്പോൾ വെലോസിറ്റി എന്നല്ല, ഏതൊരു ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ ഫോർമുല എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫോർമുലയിലുള്ള ഓരോ ആൾക്കാരുടെ യൂണിറ്റ് എടുത്ത് എഴുതുക. ഇവിടെ നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ ബൈ സെക്കൻഡാണ്. എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? മീറ്റർ ബൈ സെക്കൻഡ് അല്ലേ. അപ്പോൾ യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ യൂണിറ്റ് ഓഫ് ടൈം, അതായത് ഇവിടുത്തെ കേസിൽ എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ്. ഇത് നമ്മൾ എഴുതുന്ന രീതിയാണ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. എന്തെന്ന് എഴുതും? മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിനെ പോലെ തന്നെ എന്താണ്? വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ ആയിരിക്കും. ഓക്കെ, so the displacement of an object does not depend on the path of the object, but to calculate velocity the total time taken to cover the actual distance should be considered. ഇതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങൾക്കും തോന്നിക്കാണും അല്ലേ, ഞാനിവിടെ പറഞ്ഞപ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ഇത്രയും ദൂരമല്ലേ, പക്ഷേ നമ്മളുടെ അടുത്ത സമയം എന്താണ്? ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരെ അടുത്ത സമയമല്ലേ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം, ശ്രദ്ധിക്കേണ്ട പോയിന്റ്. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ഏത് പാത്തിൽ കൂടെ പോയോ ആ പാതയുടെ സമയം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എടുക്കുന്നതായിരിക്കും. കാരണം എന്താണ്? ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ സ്പീഡല്ല പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ സ്പീഡും വെലോസിറ്റി ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ രണ്ടാണ്. സ്പീഡെന്ന് വെച്ചാൽ ഓരോ ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയത്തിലുണ്ടാവുന്ന റേറ്റാണ്. പക്ഷേ വെലോസിറ്റി എന്താണ്? നമ്മൾ ഏതോ പാതയിലൂടെയൊക്കെ പോയി, അത് നമ്മൾ സമയം എടുത്തു, എന്നാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ എന്താണ് മാറ്റം സമയത്തിനനുസരിച്ച് എത്രയാണെന്ന് പറഞ്ഞാൽ അതാണെന്ന് പറയുന്നത് വെലോസിറ്റി. കൺഫ്യൂഷനായി കാണും അല്ലേ? സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ അത്രയ്ക്കൊന്നും ആലോചിക്കേണ്ട, സിമ്പിളായിട്ട് ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. എന്താണ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ മാറ്റമാണ് വെലോസിറ്റി. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി. സോ വാട്ട് ഈസ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ബൈ യൂണിറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ട് പറഞ്ഞാൽ ശരി തന്നെ. ഫോർമുല ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, എന്ത് ക്വാണ്ടിറ്റി? വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമ്മളിവിടെ ആദ്യം പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിന് ആദ്യം തന്നേക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 മീറ്റർ ട്രാവൽ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ സ്ട്രൈറ്റ് ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 800 മീറ്റർ? ഞാൻ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചെറിയ ചോദ്യം എന്ത് ചെയ്യാം? ഓക്കെ, ഒന്ന് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇതിലോട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ടല്ലോ, സിമ്പിൾ ചോദ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ഞാൻ കയ്യിൽ നിന്ന് തരാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് if it travels 100 meter in 5 seconds. ഇതാണ് ചോദ്യം. എന്താണ്? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി, കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ആ ഒബ്ജക്റ്റ് 100 മീറ്റർ ദൂരം 5 സെക്കൻഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്തതെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്ര? അപ്പോൾ ഇങ്ങനത്തെ ഏതൊരു ചോദ്യം കിട്ടിയാലും നമ്മൾ ചോദ്യം വായിച്ച് നോക്കിയിട്ട് തന്നിട്ടുള്ള ഡേറ്റ എടുത്ത് എഴുതണം. ഇവിടെ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 മീറ്ററാണ്. അതിന് വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണത്? അത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സോ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് 100 ബൈ ടൈം എത്ര? 5. സോ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് 100/5 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് 100/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് 20 സോ 20 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ വെലോസിറ്റി. ഇങ്ങനെയാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇതാണ് എൻ്റെ നോർമൽ ഫോർമുല, നോർമൽ കാൽക്കുലേഷൻ. സിമ്പിൾ ചോദ്യം വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 മീറ്റർ. ഒരു ട്രെയിൻ ഉണ്ട്, അതിൻ്റെ ലെങ്ത് 200 മീറ്റർ ആണ്. അത് സഞ്ചരിക്കുന്ന വെലോസിറ്റി വന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ സ്ട്രൈറ്റ് ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 100 മീറ്റർ 800 മീറ്റർ? ഓക്കെ, അപ്പോൾ 800 മീറ്റർ ഉള്ളൊരു പാലം കടക്കാൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് 800 മീറ്ററാണ്.
ഇതിന് ഇപ്പുറത്തായിട്ടൊരു ട്രെയിൻ നിൽപ്പുണ്ട്. ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്ററാണ്. ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിന് ഈ പറയുന്ന പാലം കടക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നു ഫസ്റ്റ് എന്താണ് ട്രെയിനിൻ്റെ ലെങ്ത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഈ പാലം തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ കടന്നു പോകണം അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ഈ ട്രെയിനിൻ്റെ ലെങ്തായ 200 മീറ്ററും ഈ പാലത്തിൻ്റെ ലെങ്തായിട്ടുള്ള 800 മീറ്ററും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യേണ്ടത്, കടന്നു പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ മൊത്തം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്, അത് 800 പ്ലസ് എത്രയാണ് 200 മീറ്ററാണ് എന്ത് ഇവിടുത്തെ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഇവിടുത്തെ ലെങ്ത് എടുക്കണം, ഇല്ല നമ്മളിനി അവസാനത്തെ പോയിന്റ് എടുത്താലും ട്രെയിനിൻ്റെ ലെങ്ത് കൂടെ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. സോ മൊത്തം ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, അത് 1000 മീറ്ററാണ്. അത് എത്രയാണ്, 1000 മീറ്ററാണ്. 1000 മീറ്റർ എടുക്കാൻ സഞ്ചരിക്കുന്ന സമയമാണ് നമുക്ക് അറിയേണ്ടത്. അവിടുത്തെ വെലോസിറ്റി വന്നിട്ടുണ്ട് എത്രയാണത്, അത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. അപ്പോൾ ടൈം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടൈം മുകളിലോട്ട് പോവും, വെലോസിറ്റി താഴോട്ട് വരും. അപ്പോൾ എന്ത് വരും, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. സോ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 1000 ബൈ വെലോസിറ്റി എത്രയാണ്, 20. 0 വെട്ടിപ്പോവും. സോ ടൈം എന്ന് പറയുന്നത് എത്രയാണ്, അത് 100/2 സോ 100/2 എന്ന് പറഞ്ഞാൽ എത്രയാണത്, 50 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്, 50 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് തന്നെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ വെഹിക്കിൾ ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ ദിസ്. ടൈമാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമയം കണ്ടുപിടിക്കാൻ മുന്നത്തെ ചോദ്യം ചെയ്ത അതേ പാറ്റേൺ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. വെലോസിറ്റി എത്രയാണ്, അത് 25 മീറ്റർ പെർ സെക്കൻഡാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, അത് 400 മീറ്ററാണ്. ഓക്കെ, ട്രെയിനാണല്ലേ, സ്ട്രെയിറ്റ് ലൈൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് ട്രാവലിന് എന്തായിട്ട് എടുത്തത്, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുത്തത്. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, സമയമാണ്. സോ ഫോർമുല എഴുതുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സോ ടൈം മുകളിൽ പോകുന്നു, വെലോസിറ്റി താഴേക്ക് വരുന്നു. ടൈം ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് വരും. സോ ഇവിടെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 400 ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 25. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, 400/25. 400നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സമയം എന്ന് പറയുന്നത് എത്ര കിട്ടും, 16 എന്ന് കിട്ടും. ഓക്കെ, 16 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്, 16 സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യമായി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്. അപ്പോൾ ചോദ്യം ഒന്നും കണ്ട് പേടിക്കരുത്. നമ്മളിപ്പോൾ പല തരത്തിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങ് ചെയ്യുക എന്നേ ഉള്ളൂ. ആദ്യം ചോദ്യം കണ്ട ഉടനെ തന്നെ ഇതിനകത്ത് എന്താണ് ഏതാണെന്നൊന്നും കൺഫ്യൂഷൻ അടിക്കരുത്. ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചെയ്ത് തുടങ്ങുക, ഉറപ്പായിട്ടും കിട്ടും. എന്തൊക്കെ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് 36 മീറ്റർ പെർ സെക്കൻഡ്. 1 മിനിറ്റ് സമയവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് സമയം കൊണ്ട് പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സിമ്പിളാണ് ചോദ്യം. തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക, ഒന്നും നോക്കണ്ട. വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണത്, അത് 36 മീറ്റർ പെർ സെക്കൻഡാണ്. സമയം തന്നിട്ടുണ്ട് എത്രയാണത്, 1 മിനിറ്റാണ്. നമുക്കറിയാം 1 മിനിറ്റിലെ വെലോസിറ്റിയൊക്കെ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ സമയം നമ്മൾ എടുക്കേണ്ടത് എന്തിലാണ്, സെക്കൻഡിലാണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്രയാണത്, അത് 60 സെക്കൻഡാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോർമുല എഴുതുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. സോ അതിൽ നിന്നും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവനെ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ താഴെ റീഅറേഞ്ച് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കിട്ടും. സോ വെലോസിറ്റി എന്ന് പറയുന്നത് 36 ടൈം എന്ന് പറയുന്നത് 60. സോ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അത് 36 × 60. സോ എത്രയാണത്,
2160 മീറ്ററാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ് എന്ന് പറയുന്ന 2160 മീറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒബ്ജക്റ്റ് സഞ്ചരിച്ചിട്ടുണ്ടാവും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഇതാണ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സമയത്തിനനുസരിച്ച് മാറുന്നത് ഒരു ഓർഡർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അതാണ് യൂണിഫോം വെലോസിറ്റി. ഈക്വൽ ആയിട്ടുള്ള രീതിയിലല്ലെങ്കിൽ അത് നോൺ യൂണിഫോം വെലോസിറ്റി. അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു 3 എക്സാമ്പിൾ എടുക്കുക. ഇവിടെ എ എന്ന് പറയുന്നൊരു കാറുണ്ട്, ബി എന്ന് പറയുന്നൊരു കാറുണ്ട്, സി എന്ന് പറയുന്നൊരു കാറുണ്ട്. നോക്കിയേ, ഈ എ എന്ന് പറയുന്ന കാറും ബി എന്ന് പറയുന്ന കാറും സി എന്ന് പറയുന്ന കാറും 0 സെക്കൻഡ് തുടങ്ങാൻ പോവുകയാണ്. 0 സെക്കൻഡ് ആയിരിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 0 ആണ്. ആദ്യത്തെ 1 സെക്കൻഡ് കൊണ്ട് ഈ കാറ് 10 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ വീണ്ടും സഞ്ചരിച്ച് 20ആയി. അടുത്ത സെക്കൻഡ് കൊണ്ട് വീണ്ടും 10 മീറ്റർ സഞ്ചരിച്ച് 30ആയി. അടുത്ത സെക്കൻഡ് കൊണ്ട് വീണ്ടും സഞ്ചരിച്ച് 40ആയി, 50ആയി, 60ആയി, അങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ എന്താണ്, ഓരോ സെക്കൻഡ് സമയവും അല്ലേ എടുക്കും തോറും ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, 10 മീറ്റർ വെച്ചാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ കേസ് നോക്കിയപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നു, ആദ്യത്തെ 1 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചെങ്കിലും അടുത്ത 1 സെക്കൻഡിൽ സഞ്ചരിച്ചത് എത്രയാണ്, 20 മീറ്റർ ആണ് അല്ലേ. 30 - 10 20. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 10 സഞ്ചരിച്ചു. അടുത്ത് വന്നപ്പോൾ എന്ത് പറ്റി, 20 സഞ്ചരിച്ചു. സോ ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിലല്ല സഞ്ചരിച്ചതെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് യൂണിഫോം വെലോസിറ്റി? ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം കൊണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈസ് ഇൻ യൂണിഫോം വെലോസിറ്റി എപ്പോഴാണ്, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിന് ഈക്വലാണ്, ഇൻ്റർവെൽ ഓഫ് ടൈമിന് ഈക്വലായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത്, ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ എന്താ നോൺ യൂണിഫോം വെലോസിറ്റി, എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് ഈക്വലായിട്ട് അല്ല ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കാം. അപ്പോഴാണ് ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നത്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലാർ മോഷനിലാണെന്ന് വിചാരിക്കുക. എന്ത് മോഷനിലാണ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ സർക്കുലാർ പാത്തിലാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. അതായത് 0 മീറ്റർ അല്ല 0 സെക്കൻഡ് 0 മീറ്റർ, 1 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ സഞ്ചരിച്ചു, 2 സെക്കൻഡ് ആയപ്പോൾ വീണ്ടും 10 മീറ്റർ സഞ്ചരിച്ച് 20ആയി, 3 സെക്കൻഡ് ആയപ്പോൾ വീണ്ടും 10 സഞ്ചരിച്ച് 30ആയി, 4 സെക്കൻഡ് ആയപ്പോൾ വീണ്ടും സഞ്ചരിച്ച് 40ആയി, 5 സെക്കൻഡ് ആയപ്പോൾ വീണ്ടും സഞ്ചരിച്ച് 50ആയി, 6 സെക്കൻഡ് ആയപ്പോൾ വീണ്ടും 10 മീറ്റർ സഞ്ചരിച്ച് 60ആയി. അപ്പോൾ ഇതെന്ത് മോഷൻ, യൂണിഫോം വെലോസിറ്റി മോഷൻ എന്ന് പറയാൻ പറ്റുമോ, പറ്റൂല. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സർക്കുലാർ പാത്തിലാണെങ്കിൽ അവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, നേരെയാണ് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് എടുത്തപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. മൂന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ ഇങ്ങോട്ടായിരിക്കും, നാലാമത്തെ സെക്കൻഡ് ആയപ്പോൾ ഇങ്ങോട്ടായിരിക്കും, അഞ്ചാമത് ഇങ്ങോട്ടായിരിക്കും, ആറാമത് ഇങ്ങോട്ടായിരിക്കും, ഏഴാമത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഓരോ സെക്കൻഡിലും ഒബ്ജക്റ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ പോയിന്റിൽ ഈ സർക്കിൾ ഓരോ പോയിന്റ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക എന്ന് പറയും. അതുപോലെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഡയറക്ഷൻ എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യുകയാണ്. സോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിവിടെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. അങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തല്ല, യൂണിഫോം വെലോസിറ്റി അല്ല. കൺഫ്യൂഷനായ ഒന്ന് നോക്കിയേ. നമ്മൾ ഈ ഓരോ പോയിന്റ് പറയുമ്പോഴും ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇതാണ് സർക്കുലാർ മോഷൻ. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഓരോ പോയിന്റ് എടുത്ത് പറയാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ നോക്കിയാൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലേ. നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഒരു കയറ് കെട്ടിയിട്ട് കറക്കുക, എന്നിട്ട് ഇതുപോലെ കറക്കി ഈ ഒരു പോയിന്റ് ആയപ്പോൾ നിങ്ങൾ ആ കല്ലിനെ വിട്ടാൽ ആ കല്ല് എങ്ങനെയായിരിക്കും പോകുന്നത്, ഇങ്ങനെ നേരെ ആയിരിക്കും പോകുന്നത്.
ഇനി മറ്റൊരു പോയിന്റ് എടുത്ത് ഈ പോയിന്റ് വെച്ചാണ് നിങ്ങൾ ആ കല്ലിനെ വിടുന്നതെങ്കിൽ എന്ത് പറ്റും? അത് നേരെ ഇങ്ങോട്ടായിരിക്കും പോകും. അതിൻ്റെ അർത്ഥം എന്താ? ആ ഒബ്ജക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതാണ് അല്ലേ. ഈ പോയിന്റ് വെച്ചായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് പോകും. സോ ഓരോ പോയിന്റിലും ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ രണ്ടിൽ ഏത് ചേഞ്ച് ചെയ്താലും വെലോസിറ്റിക്ക് മാറ്റം വരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന കാരണം ഇവിടെ എന്ത് ഉണ്ടാകുന്നുണ്ട്? ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഒബ്ജക്റ്റിന് നടുക്കോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്നൊക്കെ പറയും. തൽക്കാലം അതിലോട്ട് ഞാൻ പോകുന്നില്ല. കാര്യം ഒന്ന് മനസ്സിലാക്കുക. സർക്കുലാർ മോഷനിലാണെങ്കിൽ അവിടെ സ്പീഡിന് മാറ്റം വരില്ലെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം അവിടെ എന്തുണ്ട്? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? യൂണിഫോമും നോൺ യൂണിഫോമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, കാർ എ എന്ന് പറയുന്നത് യൂണിഫോമിലായിരുന്നു, കാർ ബി എന്തിലല്ല, അത് നോൺ യൂണിഫോം മോഷനായിരുന്നു. കാരണം എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നില്ല അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്ത മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരുന്നില്ല. സിയും എന്തല്ല? നോൺ യൂണിഫോമാണ്. കാരണം എന്താണ്? അവിടെ ഡയറക്ഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് അത് എന്തല്ല? യൂണിഫോം മോഷൻ അല്ല. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് യൂണിഫോം നോൺ യൂണിഫോം ഒന്ന് നോക്കാം. ഓക്കെ, യൂണിഫോം വെലോസിറ്റിയുള്ള സിറ്റുവേഷൻസ് ആണ്. എ മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു കല്ല് മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്യും. ഓക്കെ, വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്യും. കാരണം അത് ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ ആക്സിലറേഷൻ കാരണം അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ യൂണിഫോം അല്ല. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്യൂം. ഓക്കെ, ലൈറ്റ് വാക്യൂമിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡിന് ഈക്വൽ ആണ്. സോ ഇതെന്താണ്? ഇതൊരു യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആണ്. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം ബസ് സ്റ്റോപ്പ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ഉറപ്പായിട്ടും എന്തല്ല? യൂണിഫോം വെലോസിറ്റി അല്ല. കാരണം നിർത്തിയിട്ടേക്കുമ്പോൾ വെലോസിറ്റി 0ആണ്. ബസ് മുന്നോട്ടെടുക്കുമ്പോൾ സ്പീഡ് കൂടുന്നുണ്ട്. ഉറപ്പായിട്ടും ബസ്സല്ലേ നോർമലായിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ടൈമിലായിരിക്കില്ല പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നോക്കിയേ, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. അത് ഈക്വലായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ ട്രെയിൻ ട്രാവലിംഗ് ഇൻ എ യൂണിഫോം സ്പീഡിന് സെയിം ഡയറക്ഷൻ. എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ്. സ്വിങ്ങിങ് ഓൺ എ സ്വിങ്. ഓക്കെ, അതെന്തല്ല? യൂണിഫോം അല്ല. സോ ഇതാണ് യൂണിഫോമും നോൺ യൂണിഫോമും എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആക്സിലറേഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ആക്സിലറേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.